ഈ ഭവനത്തിലേക്ക് കടന്നു വരികയും ഈ വിശ്വാസപൂർവ്വമായ ആദരവുകൾക്കുമായി പ്രാർത്ഥിക്കാനായിട്ടും വിശ്വാസമാക്കി അറിയിക്കാനായിട്ടും ഇടയായിരിക്കുന്നു. ഭവനങ്ങളുടെ ഒരു നാമത്തിൽ വളരെയധികമായി പ്രേക്ഷകനെ സ്വാഗതം ചെയ്യും പ്രാർത്ഥനയ്ക്കായി രക്ഷിക്കുകയും ചെയ്യും. സകല ബുദ്ധിയും കവിയാധിക സമാധാനത്താൽ ഞങ്ങളെ നിറയ്ക്കുകയും ഞങ്ങളെ ഈ ഭൂമിയിൽ ജീവിക്കുവാൻ അനുവദിക്കുകയും നിരന്തോളം മുന്നേറുകയും ചെയ്യുന്ന സർവശക്തനായ ഈ അനുഗ്രഹീതമായൊരു ജീവിതം ഈ ലോകത്തിൽ ജീവിക്കാനായി പാടിട്ട് നീ തരുന്ന അവസരത്തിനായി ഞങ്ങൾ സ്വാഗതം സ്തുതിക്കുന്നു. ഈ ലോകത്തിലെ ഞങ്ങളുടെ ജീവിതം എത്ര ക്ഷണികമാണെന്ന് ഓരോ മരണവും ഞങ്ങളെ ഓർമ്മിപ്പിക്കുന്നു. 70 സംവത്സരം ഈ ലോകത്തിലെ ആയുസ് ഏറെ 80 സംവത്സരം അതിന് പ്രധാന പ്രയാസവും ദുഃഖകരമൊക്കെ അത് വേഗത്തിൽ തീരുകയും ഞങ്ങൾ വളർന്നു പോവുകയും ചെയ്യുന്ന തിരുവനന്തപുരം ഓർപ്പിക്കുന്നു. ഞങ്ങളുടെ ഹൃദയം കലിപ്പോഴുന്നത് ദൈവത്തിൽ വിശ്വസിപ്പിക്കാനും വിശ്വസിക്കും. പിതാവിന്റെ ഭാഗത്തിൽ അനേക വാസസ്ഥലങ്ങളുണ്ട്. ഇല്ലെങ്കിൽ ഞാൻ നിങ്ങളോട് പറയുമായിരുന്നു, ഞാൻ നിങ്ങൾക്കായി സ്ഥലം വിളിക്കാൻ പോകുന്നു. ഞാൻ പോയി നിങ്ങൾക്ക് സ്ഥലം വിളിക്കാൻ ഞാൻ ഇരിക്കുന്നിടത്ത് നിങ്ങളെ വന്നിരിക്കേണ്ടത്. പിന്നെയും അത് നിങ്ങൾ എൻ്റെ അടുത്ത് ചതത്തോളം എനിക്ക് ചെയ്തതാണ്. ഈ ലോകത്തെ ഞങ്ങൾ ജീവിക്കുമ്പോൾ അവിടെ നിന്ന് തന്നതായിട്ടുള്ള വാർത്തയുടെ വചനത്തിൽ അടിയുറച്ച് വിശ്വസിച്ചു. കർത്താവെ, ഞങ്ങൾക്ക് മുമ്പേ പോയാൽ ഞങ്ങൾക്ക് മുമ്പേ പോകുന്ന പ്രിയപ്പെട്ടവരെ സമാധാനത്തോടെ യാത്ര സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. പ്രത്യേകിച്ച് പ്രിയപ്പെട്ട മാതാവിൻ്റെ ധന്യമായ ജീവിതത്തെ അവർ സ്തുതിക്കുന്ന സ്തോത്രം ചെയ്യുന്നു. ദൈവമാതാവ് കഴിഞ്ഞ 8 ദശാബ്ദങ്ങളധികമായിട്ട് എൻ്റെ മകളെ ഭൂമിയിൽ നിർത്തിയതോർത്ത് സ്തോത്രം. മാതാപിതാക്കൾക്ക് നല്ല മകളായി കർത്താവെ, മക്കൾക്ക് നല്ല മാതാവായി ജീവിത പങ്കാളിക്ക് നല്ലൊരു ഭാര്യയായിട്ട് മകളെ നിർത്തിയവർക്ക് സ്തോത്രം. നല്ല സ്നേഹിതയായിട്ട് നിർത്തിയവരോട് സ്തോത്രം. കർത്താവെ, എൻ്റെ മകൾക്ക് അന്ന് അല്പസമയമായപ്പോൾ അവിടുത്തെ സന്നിധി വിളിച്ച് വേർതിരിച്ചു. എന്നോട് സ്തോത്രം. കർത്താവെ, നിത്യതയിൽ കാണാൻ പ്രത്യാശയിൽ നൽകണമെന്ന് പ്രാർത്ഥിക്കുന്നു. നമ്മളെല്ലാവരും കുടുംബാൻക്കാരെ സുസമാപിക്കാൻ പ്രാർത്ഥികർത്താവെ, എൻ്റെ മകളെയും മക്കളെ എല്ലാ കുടുംബാംഗങ്ങളെയും അവിടുത്തെ സമാധാനപ്പെടുത്തണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഇന്ന് ഇവിടെ നടക്കുന്ന നാട്ടിലെ ശുശ്രൂഷ കർത്താവെ, മക്കൾക്ക് ഏറ്റവും സമാധാനം നൽകുന്ന അനുഭവമായി തീരുവാൻ കടന്നു വരുന്ന എല്ലാവർക്കും അത്യാവശ്യം അറിയുന്ന അനുഭവമായി തീരുവാൻ സർവ്വം സഹായിക്കുന്നു. അനേകരെ കടന്നു വന്ന് പ്രിയപ്പെട്ട മാതാവിന് ഒരു നല്ലൊരു യാത്രയിൽ നൽകുവാൻ സഹായിക്കണമേ. കാലാവസ്ഥ നിയന്ത്രിക്കണം. എല്ലാ ക്രമീകരണങ്ങളും സ്വതന്ത്രമായി പ്രയത്നം ചെയ്യുന്ന എല്ലാവരും ഇവിടുന്ന് അനുഗ്രഹിക്കുന്നു. ഈ ലോകത്തിൽ മുൻപോട്ട് പ്രിയപ്പെട്ട യാത്ര നയിക്കുമ്പോൾ ജീവിതം നയിക്കുമ്പോൾ ഇവിടെ മാതാവ് ശരീരത്തിൻ്റെ എങ്കിലും എൻ്റെ മാതാവ് നൽകിയതായിട്ടുള്ള നല്ല ഓർമ്മകൾ കർത്താവെ, പ്രിയപ്പെട്ടവർ നല്ലൊരു കൂട്ടായ്മ സഹായിക്കണമേ. ആദ്യം സാധിച്ചുണ്ടാക്കണമേ. പ്രിയപ്പെട്ടവർ കണ്ണെന്ന് പ്രാർത്ഥിക്കുന്നു. സർവീശ്വരനാമത്തിൽ തന്നെ. ഈ ഭവനത്തോടുള്ളതായ സ്നേഹത്തെ പ്രതി ഇവിടെ കടന്നു വരികയും എനിക്ക് വേണ്ടി അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും ചെയ്ത ഒരു സെന്റ് തോമസ്
മാത്രം ദേവാലയത്തിലെ വികാരി ഉപേക്ഷിച്ചതിനോട് ഭവനത്തിൻ്റെ പേരുള്ള നന്ദി സ്നേഹവും ദൈവമായി കർത്താവേ, നിന്റെ ശരീരങ്ങൾ കൈക്കൊണ്ട് ഭക്തരായി മരിച്ചോർ കരുണയാമേ. നിന്റെ മഹത്വം ഉദീക്കും നാൾ നിൽക്കണം അവർ വലഭാഗത്തിൽ. ശരീരപ്രകാരം മരിച്ച നല്ലവനും മരണരഹിതനുമായ കർത്താവേ, നിന്റെ കാരുണ്യത്തിലുള്ള ദർശനത്തിൽ നശ്വരലോകത്തിൽ നിന്ന് വേർപെട്ടു പോയ ഞങ്ങളുടെ സഹോദരിക്ക് വേണ്ടി ഞങ്ങൾ നിന്നോട് അപേക്ഷിക്കുന്നു. ഈ ദാസയ്ക്ക് പരിപൂർണമായ ആത്മവിശ്വാസം നൽകണമേ. എന്റെ രാജീയ ഭവനത്തിലെ വരുന്ന നദികളോടൊപ്പം ഈ ദാസ്യം എടുക്കണമേ. എന്നാൽ ജീവനുള്ളവനും ജീവിപ്പിക്കുന്നവനും സുദീർഘമായ പിതാപുത്രനും പരിശുദ്ധമായ ദൈവമേ, നീ നല്ലവനും അക്ഷയെ സ്നേഹിക്കുന്നവനുമാകുന്നല്ലോ. മറക്കരുതവനുടെ ഉപകാരങ്ങൾ രക്ഷിച്ചിടും. ഹാലേലൂയ. നിന്നോകങ്ങളെ സൗഖ്യവുമാക്കും. ഭാഗ്യമോ എന്റെ ശരീരം ഭക്ഷിച്ചും എന്റെ രക്തം പാനം ചെയ്തും എന്നിൽ വിശ്വാസമേന്നോ എന്നിലും അവനിൽ ഞാനും അവസാന ദിനത്തിൽ അവനെ എഴുന്നേൽപ്പിക്കും എന്നേവം അരുളി ചെയ്തൊരു ദേവേശ ദാസിക്കുദ്ധാനം നൽകുക. എല്ലാവരും പ്രാർത്ഥിച്ച് കർത്താവിൽ അനുഗ്രഹവും മനോഗുണവും യാചിക്കണം. സ്തുതിയും സ്തോത്രവും മഹിമയും പുകഴ്ചയും മനുഷ്യകീർത്തിയും എല്ലാ നേരത്തിലൂടെ അർപ്പിക്കുവാൻ ഞങ്ങൾ യോഗ്യരായി തീരണമേ. നാശത്തിൽ വിതയ്ക്കപ്പെടുന്നവയെ നാശമില്ലായ്മയായി വിതപ്പിക്കുന്നവനും അവമതിയിൽ വിതയ്ക്കപ്പെടുന്നവയെ മൊത്തത്തോട് ജീവിപ്പിക്കുന്നവനും പ്രാണമയമായ ശരീരങ്ങൾക്ക് ആത്മീയാവസ്ഥ നേടിയെടുക്കുന്നവനുമായ ജ്ഞാനിയായ സൃഷ്ടാവസ്ഥനും നവോദ്ധാരകനുമായ കർത്താവിനെ നാം ഓർത്തുപ്പെടുത്തണം. തന്റെ ദാസിയുടെ വ്രതസംസാര ശുശ്രൂഷകൾ നിർവഹിക്കുന്ന ഈ സമയത്തും ഞങ്ങളുടെ ആയുഷ്കാലം മുഴുവനും സ്തുതിയും ബഹുമാനവും ആരാധനയും തനിക്ക് യോഗ്യമാകുന്നു. യൗമോ മരണമില്ലാത്ത ദൈവവും മരണമുള്ളതും വഴിമുള്ളതുമായ ഞങ്ങളുടെ പ്രകൃതിയുടെ സൃഷ്ടാനാഥനും ജീവനുള്ളവരും മരിച്ചവരുമായ സകലരുടെയും ആത്മാക്കളെ സകലങ്ങളിൽ വഹിച്ചിരിക്കുന്നവരുമായ പുത്രന്മാരുടെ പ്രത്യാശയെ നീ ഓരോരുത്തരും അവനവന്റെ രക്ഷാശ്രമായി കൊടുക്കുന്നു. അപരിമയമായ പരിപാലനയാൽ ഈ ലോകത്തിൽ നിന്ന് ഈ ദാസ്യനാത്മാവിനെ നീക്കിയിരിക്കുന്നു. സമൃദ്ധിയാലും മാർഗകരണിയാലും അന്യാത്ര ചെയ്യുന്ന സമാധാന ദൂതന്മാർ മുഖാന്തരം ഈ ദാസ്യെ നീ സ്വീകരിക്കണമേ. ഈ ദാസ്യ മനസ്സോടാതെ ആരോടും ചെയ്തിട്ടുള്ള പാപങ്ങൾ നീ പരിഹരിക്കണമേ. ഞങ്ങളെല്ലാവരും പൊഴിയാണെന്നും പാപബന്ധിതരാണെന്നും നീ അറിയുന്നു. സ്ത്രീയിൽ നിന്ന് ജനിച്ചവരിൽ നിന്റെ പ്രഭാത കുറ്റമറ്റവനാരുമില്ലെന്നും ഭൂമിയിൽ പാപം കൂടാതെ ഒരു നാഴിക പോലും കഴിയുവാൻ ഞങ്ങൾക്ക് ത്രാണിയില്ലെന്നും നീ ഓർക്കണം. എങ്കിൽ സമ്പൂർണമായ കൃപയും മനുഷ്യപ്രീതിയും നീ ദാസിയിൽ കാണിക്കണമേ. പ്രകാശവാനുകളും സ്വർഗീയ വേറെഴുതപ്പെട്ട ആദിജാതന്മാരുടെ സംഘത്തിലും ഈ ദാസിയിൽ നീ ആശ്വാസമേതം വസിപ്പിക്കണമേ. കർത്താവേ, നീ സത്യമായ പ്രകാരം മഹാശക്തിയോടും മഹത്വത്തോടുകൂടെ വനമേഘങ്ങളിൽ എഴുതുകയും മുഖേന നാല് ഭാഗം നിന്റെ
വരുത്തുകയും സകലത്തെയും ജീവിപ്പിക്കുന്ന ശബ്ദത്താൽ കബറുകളിലുള്ളവർ ഉയർത്തെഴുന്നേൽക്കുകയും ചെയ്യുമ്പോൾ നിന്റെ ഈ ദാസിയെ കരുണാപൂർവം ഓർമ്മിച്ചു പറയണമേ. ഭയങ്കരമായ നിന്റെ സിംഹാസനത്തിങ്കൽ ഈ ദാസികളെ ഞങ്ങളുടെയും നിജാതരമായ പ്രവൃത്തികളെ നിന്റെ കരുണ മൂടിക്കളയണമേ. കർത്താവേ, നിന്റെ സ്വരൂപത്തിലും സാദൃശ്യത്തിലും തൃക്കൈകൊണ്ട് ഞങ്ങളെ നീ മെനഞ്ഞുണ്ടാക്കി. ഞങ്ങൾ നശിച്ചു പോയപ്പോൾ നിന്റെ വിശുദ്ധ കഷ്ടാനുഭവങ്ങളാൽ ഞങ്ങളെ നിരീക്ഷിച്ചു. നിന്റെ ദേശീയങ്ങളാൽ ഞങ്ങളെ നീ പങ്കുകാരാക്കി. ഞങ്ങളുടെ വചനപ്രകാരവും പ്രവർത്തിക്കനുസരണം ഞങ്ങളെ നീ വിധിക്കുകയാണെങ്കിൽ ഞങ്ങൾക്ക് ദുരിതം. ആദ്യാലുത്തമനും ദയാലുമായവനെ മനസ്സിലുണ്ടായി ഞങ്ങളോട് ക്ഷമിക്കണമേ. വിലപിച്ചിരിക്കുന്നവരെ ആശ്വസിപ്പിക്കണമേ. പാവിയുടെ നല്ല അന്ത്യത്തിനും അവസാന നാളിൽ നിന്റെ മുൻപാകെയുള്ള മുഖപ്രസന്നതയ്ക്കും അർഹരാക്കണമേ. മനുഷ്യരെ സ്നേഹിക്കുന്നവരും സകലരോടും നന്മ ചെയ്യുന്നവരുമായ ദൈവമേ, സ്തുതിയും ബഹുമാനവും കൃതജ്ഞതയും നിനക്ക് യോഗ്യമാകുന്നു. ഓശോ അബുൽ ദൈവത്തിൽ നിന്ന് പരിഹാരവും പാവങ്ങൾക്ക് മോചനവും രണ്ട് ലോകങ്ങളിലേക്ക് നാം പ്രാപിക്കുമാറാകട്ടെ. സ്വർഗീയാംഗ്യം മൽപ്രിയരേ, ആത്മത്തെ തനുവിൽ നിന്നും നീക്കിടുവാൻ മാലാഖകളെ വീട്ടിടും സമയം ഘോരം. ദൂതന്മാരെ അകലേക്കും ആത്മാവം നിവാസികളെ ശരണം പ്രാപിച്ചിട്ടുടനെ തൻ ശരീരം പരിശോധിക്കൂ. പാപമലിമസമായെങ്കിൽ ദുഃഖമോടാത്മം കേഴുന്നു. സൽക്കർമ്മങ്ങൾ ദർശിക്കിൽ സന്തോഷത്തോടും കർത്താവേ നീ തിരുനീയും ശോണിതവും നീ അവനെ ന്യായസ്ഥാനെ അവരണ്ടും ധൈര്യമെനിക്ക് ഗുന്നൂനം ശുദ്ധന്മാതൻ കൂട്ടത്തിൽ സ്തോത്രം ഞാൻ നിത്യം പാടും. തിരുലിഖിതത്തിൽ പറയുമ്പോൾ ഭുവാനങ്ങൾ അഴിവാകീടും. താരകൾ നിപതിക്കും ജ്യോതിർ ഗോളങ്ങൾ പ്രഭയില്ലാതാം. അന്തിമ ദിനമതിലെന്നാതാം നിൻ സ്തുതിഗീതം പാടിടുവാൻ ശുദ്ധന്മാരൊന്നായി എന്നെയും നിർത്തിയിടണമേ. പാലിക്കുമോ നിന്നും യായിറോസിൻ സുതയെപ്പോലെ വിധവാസുതനെ ഉയർപ്പിച്ചു. ശബ്ദം പുനരുത്ഥാനത്തിൽ മഹിമാകരമതിൽ നിന്നെയും ധൂളിയിൽ നിന്നും പ്രിയ സഹജേ മൃതരായുടീന്നും ഉത്ഥാനം ചെയ്യിപ്പിക്കും. കർത്താവേ, കൃപ ചെയ്യണമേ. ദാസിക്കേകണമേ പുണ്യം. നിൻ മഹിമോ തേനാടന്നിൽ നിൻ വലഭാഗെ നിർത്തിവളെ. ധന്യൻ മാരുതിവളെ
ഞങ്ങൾ മോചിക്കേണം. പ്രാർത്ഥന കേട്ടിവിടെ പുണ്യം ചെയ്തോരോടൊന്നാക്കേണം. അവർ മധ്യേ അവൾ പാടിയിടും നാഥാ നീ സ്തോത്രാർഹൻ താൻ. മൃതരും ജീവിക്കുന്നോരും നാഥാ നിന്നെ വാഴ്ത്തട്ടെ. കർത്താവേ കൃപ ചെയ്യണമേ, ദാസിക്കേണമേ പുണ്യം. നിൻ മഹിമോദയനാൾ തന്നെ നിൻ വലഭാഗെ നിർത്തിയിടണേ. മക്കളിതപ്പം കൃപ ചെയ്തതുപോലെ ഹല്ലേലൂയ. ഭക്തന്മാരിൽ ദൈവം കൃപ ചെയ്യും. ആദ്യമായി ശുശ്രൂഷയെ ഞങ്ങളെ സംബന്ധിച്ച നിങ്ങളെല്ലാവരും ദൈവം അനുഗ്രഹിച്ചു വെളിപ്പെടുത്തട്ടെ. ദൈവമായ നിങ്ങളെ വിശ്വാസമായ വെളിപ്പെടുത്തട്ടെ. രാമത്തിനും പരിശുദ്ധമായുള്ളവർ ബലഹീനതകളുള്ളതുമായ ഞങ്ങളുടെ പ്രാർത്ഥനകൾ നിന്റെ ഉന്നത സിംഹാസനം മുമ്പാകെ കേൾക്കപ്പെടുകയും അംഗീകരിക്കപ്പെടുവാക്കി തീർക്കണമേ. ആവോ അവരോ കാതീശോ ഓശോ വധുകുലുശാൻ ലവൽ മീൻ സംസാരശിഷ്യുടെ അവസാനത്തെ ശിക്ഷ മൂന്നാം ശിക്ഷ ഭവനത്തിൽ വെച്ച് 3:30-ക്കും സമാപന ശിക്ഷ ദേവാലയത്തിൽ വെച്ച് 4 മണിക്കുമായിരിക്കും. 3 മണിക്കുള്ള ശിക്ഷ 3:30-ക്കുള്ള ശിക്ഷയ്ക്ക് ശേഷം വ്രതശീലം ഭവനത്തിന് പുറത്ത് ക്രമീകരിച്ചിരിക്കുന്ന ആൽപീഠത്തിൽ വെച്ചിട്ടായിരിക്കും സമാന ശുശ്രൂഷ ചെയ്യുന്നത് എന്നായിരുന്നു.
കർത്താവേ, നിന്റെ ശരീരങ്ങൾ കൈക്കൊണ്ട് ഭക്തരായി മരിച്ചു കരുളണമേ. നല്ലോർമ്മ നിന്റെ മഹത്വമുദീക്കും നാൾ നിൽക്കണം അവർ വലഭാഗത്തിൽ. ശുഭോലാബോല പ്രവൽ റൂഹോക്കാദീശോ. കരുണയുള്ള ദൈവമേ, നിന്നിൽ ഞങ്ങൾ ശരണം പ്രാപിച്ചിരിക്കുന്നു. നിന്റെ കൽപ്പന പ്രകാരം ഞങ്ങൾ ഇന്ന് വേറെ പിരിഞ്ഞുപോയ ഈ ആത്മാവിന് വേണ്ടി നിന്നോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു. കർത്താവെ, മത്സരക്കാരായ ദുഷ്ടന്മാരുടെ കണികളിൽ നിന്നും അന്ധകാര സൈന്യങ്ങളിൽ നിന്നും ഈ ദാസിയെ നീ വീണ്ടുകൊള്ളണമേ. ഈ ദാസി നീതിമാന്മാരുടെ കൂട്ടത്തിൽ ജീവന്റെ ആസ്ഥാനം പ്രാപിക്കുകയും നിന്റെ പരിശുദ്ധന്മാരോടെ എന്നേക്കും വസിക്കുകയും ചെയ്യുവാനിടയാകണമേ. മോറൻ വാലുഹാൻ ലുവൽമീൻ. നീ ജീവനെടുത്തിടുമ്പോൾ ഹല്ലേലൂയ മൃതിയാർന്നിട്ടവർ ചേരും മണ്ണിൽ കർത്തൃമഹത്വം വാഴട്ടെന്നും. ഹല്ലേലൂയ ഹല്ലേലൂയ തൽക്രിയകളിലുടയോൻ മോദിക്കും ബാറക്കുമോ. മൂലം വാദാമിൽ മൂലം ഒൽമീനാമി. തൻ സ്നേഹിതനാം ലാസറിനെ കബറിന്നും ഉയർന്നൽകി വിധവാസുതനെ മരണത്തിൻ്റെ പിടിയിന്നും രക്ഷിച്ചവനെ നാം ഒന്നായി വന്ദിക്കാം, സ്തുതി പാടിയിടാം നിതരാം പ്രിയരേ. സൗമൻ കാലോസ്. നാം എല്ലാവരും നമസ്കരിച്ച് കർത്താവിൽ അനുഗ്രഹവും മനോഗുണവും യാചിക്കണം. ഞങ്ങളെ അനുഗ്രഹിച്ച് സഹായിക്കണം. സ്തുതിയും സ്തോത്രവും മഹിമയും ഭവിഷ്യ മനുഷ്യര കീർത്തിയും എല്ലാ നേരത്തും ഇടാതെ അർപ്പിക്കുവാനിടയങ്ങൾ യോഗ്യരായി തീരണമേ. രാജാതിരാജനും കർത്താവും മരിച്ചവരെ ആശ്വസിപ്പിക്കുന്നവനും കവറുടങ്ങിയവരെ ഉയർത്തെഴുന്നേൽപ്പിക്കുന്നവനും നിരാശയുടെ പ്രത്യാശയും മൺമറഞ്ഞവരുടെ ആലംബവും പാതാളത്തിലേക്ക് ഇറങ്ങുകയും അവിടെ നിന്ന് കരയേറ്റുകയും ചെയ്യുന്നവനും സർവരുടെയും ആത്മാക്കളെ കൈകളിൽ സംഭവിച്ചിരിക്കുന്നവനുമായ കർത്താവിന് സ്തുതി. തൻ്റെ ദാസിയുടെ മൃത സംസ്കാര ശുശ്രൂഷ ഞങ്ങൾ നിർവഹിക്കുന്ന ഈ സമയത്തും സകല പെരുന്നാളുകളിലും കാലങ്ങളിലും ഞങ്ങളുടെ ആയുഷ്കാലം മുഴുവനും സ്തുതിയും ബഹുമാനവും ആരാധനയും തനിക്ക് യോഗ്യമാകുന്നു. ദൈവമേ, ഞങ്ങൾ നിന്റെ കൽപ്പനകൾ ആചരിച്ച് നല്ലവരായി ജീവിക്കുവാൻ കൃപാപൂർവ്വം നിന്റെ സ്വരൂപത്തിലും സാദൃശ്യത്തിലും ഞങ്ങളെ നീ സൃഷ്ടിച്ചു. പർദീസായിലെ ആനന്ദം ഞങ്ങൾക്കായി നീ ഒരുക്കി. എന്നാൽ വിദ്വേഷിയായ സാത്താന്റെ വഞ്ചനയും അസൂയ നിമിത്തം നിന്റെ നിയമം ഞങ്ങൾ ലംഘിച്ചതുകൊണ്ട് പർദീസായിൽ നിന്ന് ഞങ്ങൾ ബഹിഷ്കരിക്കപ്പെട്ടു. നിന്റെ സൃഷ്ടി വൈഭവത്താൽ ഭംഗിയായി സൃഷ്ടിക്കപ്പെട്ട ഞങ്ങളുടെ ശരീരം അത് എടുക്കപ്പെട്ട മണ്ണിലേക്ക് തിരികെ ചേരുവാൻ നീതിപൂർവ്വം ഞങ്ങളെ നീ വിധിച്ചു. ഈ കാരണത്താൽ തന്നെ പാപം മരണത്തിന്റെ അധികാരം ഞങ്ങളിൽ ഉറപ്പായി രേഖപ്പെടുത്തി. എന്നാൽ നല്ലവനും കരുണയുള്ളവനുമായ കർത്താവേ, നിന്റെ നിത്യമായ സ്നേഹാർദ്ദത ഞങ്ങളിൽ നീ ചൊരിയുകയും ഞങ്ങളുടെ രക്ഷയ്ക്ക് വേണ്ടി സ്നേഹം മൂലം നീ മനുഷ്യാവതാരം ചെയ്യുകയും നിന്യമായ കുരിശിനെ നീ കരുണയോടെ ഏൽപ്പിക്കുകയും ചെയ്തു. ഞങ്ങളെ അന്വേഷിച്ച് നീ അഗാധമായ പാതാളത്തിലേക്ക് ഇറങ്ങുകയും അതിന്റെ ബലമുള്ള വാതിലുകളും സാക്ഷാകളും തകർത്ത് നാശകരമായ നിരാശയിൽ അകപ്പെട്ടിരുന്ന ആത്മാക്കളെ നീ വിടുവിക്കുകയും ചെയ്തു. നിന്റെ ആടുകളായി ഞങ്ങളെ സ്വാതന്ത്ര്യത്തിലേക്കും നിന്റെ ഭവനാവകാശത്തിലേക്കും നിന്റെ ആരാധനയിലേക്കും നീ ഞങ്ങളെ തിരികെ വരുത്തി. ഞങ്ങൾക്ക് യാതൊരു അർഹതയുമില്ലാതിരിക്കെ നിന്നോട് അപേക്ഷിക്കുന്നതിനുള്ള ധൈര്യം നീ ഞങ്ങൾക്ക് നൽകുന്നു. ഈ മനോധൈര്യത്തോടെ എല്ലാ സ്ഥലത്തും നിന്നും ആവശ്യങ്ങളുടെ പൂർവികരും ആത്മശരീര സംബന്ധമായി ഞങ്ങളോട് ബന്ധപ്പെട്ട പിതാക്കന്മാരും സഹോദരങ്ങളുമായ എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥനകൾ അപേക്ഷകളും ഞങ്ങൾ നിനക്ക് വേണ്ടി അർപ്പിക്കുന്നു. കരുണാപൂർവ്വം അവരുടെ തെറ്റുകൾ നീ ക്ഷമിക്കണമേ. ഈ ദാസിയുടെ ആത്മാവിനെ നീ ആശ്വസിപ്പിക്കുകയും നിന്റെ പിതാവിന്റെ അനുഗ്രഹീത ഭവനങ്ങളിലേക്ക് ഈ ദാസിയെ നീ ചേർക്കുകയും ചെയ്യണമേ. പുനരുദ്ധാനത്തിന്റെ മഹാദിവസത്തിൽ ഞങ്ങളെല്ലാവരെയും സന്തോഷസമേതം നിന്നെ നിന്റെ പിതാവിന്റെ പരിശുദ്ധാത്മാവിനെ എതിരേൽക്കുവാൻ ഇടയാക്കണമേ. ദൈവത്തിൽ നിന്നുള്ള പരിഹാരവും പാപങ്ങൾക്ക് മോചനവും രണ്ട് ലോകങ്ങളും നീക്കി നാം പ്രാപിക്കുമാറാകട്ടെ. ദേവേശ
നിൻ പരിചാരികതൻ ആത്മത്തെ ശാന്തി സമേതം കൈക്കൊള്ളുക. ഇവൾ തൻ കുറ്റം മോചിക്ക, ഇവളെ വിധിക്കരുതേ നാഥ. പിഴ തീണ്ടാത്തോൻ നീയേകൻ, അപരാധികൾ അർഹിച്ചിടും നരകത്തീന്നിവൾ രക്ഷിതയായി. കൽപ്പന കാത്തവരോടൊപ്പം ശോഭനമണവറ പോകേണം. ബാരിക്കുമോ ശുഭഹോല പോല പറോ വൽറൂഹോ ഖദീശോ. മൂലം വാദാമിൽ മൂലം വൽമീനാമീൻ. വേണ്ടാണ്ടാമൃതിയെ ഗർവേദം മൃതരായോർമേൽ അവരുടെ മേൽ തെല്ലില്ല നിനക്കധികാരവും അവകാശമതും. ബലവാനാം സൃഷ്ടാവരെ വിസ്താരം ചെയ്യും നൂനം. അവരങ്ങേ ദാസന്മാരും പങ്കാളികളും തനയരുമാം. നിന്നിൽ നിന്നവരെ രക്ഷിച്ചേകുന്നതാം രാജ്യം. മുറിയോറാഹെ മേലൈനു ആധാറിൻ കരുണ നിറഞ്ഞവനെ. പുനരുത്ഥാനത്തിൽ നിന്നോടെ സൃഷ്ടിയെ നീ പുതുതാക്കിയിടണമേ. നിന്നിൽ ശരണത്താൽ നിദ്രയിലായി നിന്റെ വരവിനു കാത്തിടും. മൃതരിൽ കനിയണമേ. പാപം മോചിക്ക, കുറ്റം മായിക്ക. പരിശുദ്ധന്മാരോടൊപ്പം തവ സ്തുതികൾ. നീതിവിധി ദിവസം ഇവൾ പാടിയിടട്ടെ. വന്നവനും വരുവോനും മൃതർ തന്നുയരും സ്തുതനെന്നു ശരീരാ മക്കൾ പാടണമേ. ഇപ്പോഴും ധൂപ്രാർത്ഥന നടത്തുന്നു. ധൂപ്രാർത്ഥനയോടുകൂടി ഭവനത്തിലുള്ളതായ ശുശ്രൂഷ സമാപിക്കുന്നു. ഭവനത്തിൽ നിന്ന് ഔദ്യോഗികമായി ഈ മാതാവ് വിടവാങ്ങുന്നു. ഇതിനുശേഷം മക്കളും ഉത്തരവാദിത്തപ്പെട്ട ഒരു ബന്ധുജനങ്ങളുമായിട്ടുള്ളവർക്ക് അന്തിമ ചുംബനം നൽകുന്നുള്ള അവസരമുണ്ട്. അന്തിമ ചുംബനം നൽകിയതിനു ശേഷം കുരിശുന്തിരികളുമായി നമ്മുടെ ദേവാലയത്തിലേക്ക് വിലാപയാത്രയായി പോവുകയും ഭവനത്തിൽ ദേവാലയത്തിൽ ചെന്ന് നാലാമത്തെ ശുശ്രൂഷ നടത്തി കബറടക്കത്തിനായിട്ട് കൊണ്ടുപോവുകയും ചെയ്യുന്നു. ഇപ്പോൾ ധൂപ്രാർത്ഥന നടത്തിയതിനു ശേഷം അന്തിമ ചുംബനം. മക്കളിലപ്പൻ കൃപ ചെയ്വതുപോലെ ഹാലേലുയ്യ. ഭക്തന്മാരിൽ ദൈവം കൃപ ചെയ്യും. പുല്ലിനു തുല്യം നരനുടെ നാളുകൾ ഹാലേലൂയ. പൂക്കുന്നിതു വയലിൽ പൂച്ചെടി പോലെ പാറിക്കും. ശുഭഹോല പോല പ്രോവൽ റൂഹോ ഖദീശോ. മനോലം ജീവൻ മൃതരാമേവർക്കും നൽകുന്നു. കബറുകളുള്ളിൽ നിന്നെ അവരവരിലൂടെ എഴുന്നേറ്റു ഉയരേകും നിന്നെ സ്തുതി ചെയ്തിടുന്നു. ബാറിക്കുമോ എന്റെ ശരീരം ഭക്ഷിച്ചെന്റെ രക്തം പാനം ചെയ്യുവോ. പാതാളത്തിൽ പോകാനായി വിടാം ഞാൻ. എന്നും അവൻ ജീവിപ്പാൻ അങ്ങത്തേക്ക് മരിച്ചതു ഞാൻ. എന്നും കാത്ത തന്നരുളിന് മഹത്വം. മുറിയോറാഹിൻ മേലെ മരമതനുയരെ കർത്താവേ കിട്ടിയ നിന്റെ വരം തൃത്വത്തെ സ്തുതി ചെയ്തോരാ മൃതരും കൈക്കൊണ്ടിടേണം. ആകാശവും ഭൂമി കർത്താവിനാൽ നിങ്ങളെല്ലാവരും അനുഗ്രഹിക്കപ്പെട്ടവരാകുന്നു. ആത്മീയമായ ശുശ്രൂഷയിൽ ഞങ്ങളോട് സംബന്ധിച്ച് നിങ്ങളെല്ലാവരും ദൈവം അനുഗ്രഹിച്ച് പണിപ്പെടുത്തട്ടെ. ദൈവമായ കർത്താവ് നിങ്ങളെ വിശ്വാസികളായ സകല മരിച്ചവരെയും ആശ്വസിപ്പിച്ച് പണിപ്പെടുത്തട്ടെ. പിതാവും പുത്രനും പരിശുദ്ധ റൂഹായുമായുള്ളവേ, ബലഹീനവും കുറ്റമുള്ളതുമായ ഞങ്ങളുടെ പ്രാർത്ഥനകൾ നിന്റെ ഉന്നത സിംഹാസനം മുമ്പാകെ
കേൾക്കപ്പെട്ടവയെ അംഗീകരിക്കട്ടെ, വാക്കി തീർക്കണമേ. ആബോ ബറോഹോ കാദീശോ ഹോശോ ബബകുലശുബാൻ ലവൽ മീൻ. കുരിയലായിസോൻ കുരിയലായിസോൻ കുരിയലായിസോൻ. കർത്താവേ ഞങ്ങളോട് കണ്ണ ചെയ്യണമേ, ഞങ്ങളോട് കണ്ണ ചെയ്യണമേ. കർത്താവേ ഉത്തരമുള്ള ഞങ്ങളോട് കണ്ണ ചെയ്യണമേ. കർത്താവേ നിനക്ക് സ്തുതി, കർത്താവേ നിനക്ക് സ്തുതി. ശരണവുമേ നിനക്ക് സ്തുതി. ബാധിക്കുന്നു. ഇപ്പോഴും അന്ത്യശുംഭത്തിന് ശേഷം ദേവാലയത്തിലേക്ക് കൊണ്ടുപോവുകയാണ്. അവരവർ വന്നിരിക്കുന്നതായ വാഹനങ്ങളിൽ അല്ലെങ്കിൽ വന്നിരിക്കുന്ന വാഹനങ്ങളിൽ മറ്റുള്ളവരെ കൂട്ടി ദേവാലയത്തിലേക്ക് ഏറ്റവും അവസാനം മൃതദേഹവും സംഭവിച്ചിട്ടുള്ളതായ ആംബുലൻസ് വാഹനം ഇപ്രകാരം അന്ത്യശുംഭത്തിന് ശേഷം ഉടൻ തന്നെ ദേവാലയത്തിലേക്ക് സമാപന ശുശ്രൂഷയ്ക്കായി കൊണ്ടുപോകുന്നു. അറിയിച്ച പ്രകാരം നിങ്ങളെല്ലാവരും തന്നെ നിങ്ങളുടെ വാഹനങ്ങളിൽ ദേവാലയത്തിലേക്ക് വരിക. ഏറ്റവും അവസാനമായിട്ട് മൃതദേഹം സംഭവിച്ചിട്ടുള്ളതായ ആംബുലൻസ് വാഹനവും. വഴിക്കാലയായിട്ട് നടക്കുവാൻ സാധിക്കുന്നവർ മുൻപിൽ കുരിശും ഇരുഭാഗത്തും തിരികളുമായി വഴിക്കാലയായി ദേവാലയത്തിലേക്ക് നടന്നു പോവുക. വാഹനങ്ങളിലൊരു ദേവാലയത്തിലേക്ക് പോകുവാനായിട്ട് വഴിയിലേക്ക് ഭവനത്തിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങണമെന്ന് സ്നേഹത്തോടെ ഓർമ്മിക്കുന്നു. ഈ വണ്ടി കൂടെ ഓടിയെടുക്കാമേ. ഇതെങ്ങും ആംബുലൻസ് കേട്ടോ.
സമാപന ശുശ്രൂഷ 4ാമത്തെ ശുശ്രൂഷ ആരംഭിക്കുന്നു. പ്രാർത്ഥിക്കാം. ശരീരങ്ങൾ കൈകൊണ്ട് ഭദ്രതായി ഹരിച്ചോ കരുണമേ നല്ലോർമ്മ നിന്റെ മഹത്വമുദീക്കും നാൾ നിൽക്കണം അവർ വലഭാഗത്തിൽ ദയവായ കർത്താവേ, താൽക്കാലിക ജീവിതത്തിൽ നിന്ന് വേർപെട്ട് പരലോകത്തിൽ പുറപ്പെട്ടിരിക്കുന്ന ഈ ആത്മാവ് ആശ്വാസവും സന്തോഷവും നിറഞ്ഞിരിക്കുന്ന സ്ഥലങ്ങളിലേക്ക് ഉയർന്ന ദിവസം വരെ പരിശുദ്ധമാലാക്കമാനാൽ വഴിനിർത്തപ്പെടുവാൻ ഇടയാക്കണമേ. പിതാവും പരിശുദ്ധവുമായുള്ളവേ, ഈ ആത്മാവ് ശ്രദ്ധയോടെ അവിടെ എതിർക്കുമാറാകണമേ. അനുഗ്രഹവും മനോഗുണവും യാചിക്കണം. സ്തുതിയും സ്തോത്രവും മഹിമയും എല്ലാ നേരത്തിലൂടെ അർപ്പിക്കുവാൻ അടിയങ്ങളായി തീരണമേ. ആത്മാക്കളുടെ സൃഷ്ടാവും ശരീരങ്ങളുടെ നിർമ്മാതാവും നിർമ്മിക്കപ്പെട്ടവയുടെ ശരണവും സൃഷ്ടികളുടെ പ്രത്യാശയും കവറടങ്ങിയവരുടെ പുനർജീവനും ദുഃഖിതരുടെ ആശ്വാസവും വ്യസനത്തിരിക്കുന്നവരുടെ സന്തോഷവും പീഡിതരുടെ ധൈര്യവുമായിരിക്കുന്ന തനിക്ക് സ്തുതി. എൻ്റെ ദാസിയുടെ സംസ്കാരങ്ങൾ നിർവഹിക്കുന്ന ഈ സമയത്ത് ഞങ്ങളുടെ ആയുഷ്കാലം മുഴുവൻ സ്തുതി ബഹുമാനവും ആരാധനയും നൽകുന്നതും സത്യമുള്ളവരും സനാതനദേശം ജീവന മരണമില്ലായ്മയുടെ കർത്താവേ, നീ സകലത്തിന്റെ സൃഷ്ടാവും ലോകത്തെ അതിലെ അവസ്ഥാനങ്ങളെ ക്രമീകരിക്കുന്നവനുമാകുന്നു. നീ ആവശ്യമായും അതേസമയം രക്ഷപ്പെടുന്നവനും കാരണമായ മാത്രമേ നിന്റെ ദൈവദൃഷ്ടിയിൽ നടന്നിരിക്കുന്ന രഹസ്യങ്ങളില്ല. അഗാധ ജനങ്ങൾ നിരൂപണങ്ങളും നിന്റെ മുൻപാകെ പരസ്യവും നഗ്നവും അത്രേ. നിന്റെ നിശ്ചയങ്ങളും അഭിനയങ്ങളും മാർഗങ്ങളും ദുർഗ്രഹങ്ങളുമാകുന്നു. മരണത്തെ മായിക്കുവാനും മനുഷ്യസംഹാരകനായ മഹാസർപ്പത്തെ കൊല്ലുവാനുമായി നിന്റെ വത്സലബുദ്ധനായ യേശുമിശിഹായെ ലോകത്തിലേക്ക് അയച്ചുകൊണ്ട് താല്പര്യമുള്ള എല്ലാവരോടും നീ ജീവനും മരണമില്ലായ്മയും അറിയിച്ചു. നിന്റെ ആഗ്രഹപ്രകാരം നിങ്ങൾ ക്ലേശപൂർണ്ണമായി ലോകത്തിൽ നിന്ന് ഉത്കൃഷ്ടവും അനശ്വരമായ പരലോകത്തിലേക്ക് നയിക്കപ്പെടുന്നു. ദൈവമായ കർത്താവേ, നിന്റെ മനുഷ്യപ്രീതിയാൽ ഈ ദാസിയുടെ പാപങ്ങൾ പരിപൂർണമായി പരിഹരിക്കണമേ. ഈ ദാസിയുടെ തെറ്റുകൾ നീ പരിപൂർണമായി ക്ഷമിക്കണമേ. ഈ ദാസിയുടെ യാത്രയ്ക്ക് നിന്റെ സഹായം പരസ്യമായി അയച്ചു കൊടുക്കണമേ. കൃപാപൂർണമായ ഈ ദാസിക്ക് കൊടുത്ത് രണ്ടാം ചുഴിയിൽ നിന്ന് ഈ ദാസിയെ നീ ഉദ്ധരിച്ചുകൊള്ളണമേ. അദൃശ്യമായ നിന്റെ ശക്തിയാൽ ഈ ദാസിയെ സഹായിക്കണമേ. പിശാചുകളുടെ ഭയങ്കരമായ ഉൾവിടലും ഈ ദാസിയെ നീ സംരക്ഷിച്ചുകൊള്ളണമേ. ഈ ദാസിയുടെ പ്രമാണങ്ങൾക്ക് തങ്ങൾക്ക് തക്കതുപോലെ ഈ ദാസിയെ നീ വിധിക്കരുതേ. തിരുസന്നിധിയിൽ എല്ലാവരും തെറ്റുകാരാണല്ലോ. കർത്താവേ, ഞങ്ങളുടെ സ്വഭാവത്തിന്റെ ദൗർബല്യമാകണമേ. ഞങ്ങളുടെ മേൽ ഉച്ചരിക്കപ്പെട്ട നിന്റെ വിശ്വനാമവും നിന്റെ മഹാകരുണയും ഞങ്ങളുടെ ഈ ദാസിയിലും ഓർമ്മിക്കണമേ. ഞങ്ങളുടെ വർഗത്തിന്റെ രക്ഷയ്ക്ക് വേണ്ടിയുണ്ടായ ദൈവത്തിന്റെ കഷ്ടാനുഭവങ്ങൾ നിന്നോട് അപേക്ഷിക്കുമാറാകണമേ. നിന്റെ കൃപയും ഈ ദാസിയുടെ മേൽ ഉദിക്കുമാറാകണമേ. ഈ
ദാസി വിശ്വസിച്ച ജയമുള്ള ശ്രീവ ഈ ദാസിയെ വിശുദ്ധന്മാരെ സമൂഹത്തിൽ വസിപ്പിക്കുന്ന പ്രകാശ സ്തംഭമാക്കി തീർക്കണമേ. നിർമ്മലവും സന്തോഷപ്രദവും പാപരഹിതമായ ജീവിതം നയിച്ച് അന്ധകാരത്തെ അനുഭൂതിയമാകാത്തതും സമാധാനപരമായ നിര്യാണം പ്രാപിക്കുവാൻ നിരാരാധകരായ ഞങ്ങളെ യോഗ്യരാക്കണമേ. കർണാപോരെ ഞങ്ങളെ കടാക്ഷിച്ച് വിലപിച്ചിരിക്കുന്നവരെ ആശ്വസിപ്പിക്കുകയും ദുഃഖിതർക്ക് മനോധൈര്യം കൊടുക്കുകയും ചെയ്യണമേ. എന്നാൽ തന്നെ സ്തുതിക്കുന്നവർക്കും ഏത് സ്ഥാനത്തും അവനവന്റെ ആവശ്യാനുസരണമേ ശരണവും പ്രത്യാശയുമാകുന്നല്ലോ. നിന്റെ അഭിഷേകമുള്ള പ്രത്യാശയും ഞങ്ങൾക്ക് മുമ്പായി നിന്റെ അടുക്കളയിലേക്ക് യാത്രയായവരും ശ്രേഷ്ഠവും മകനുമായ എന്റെ പ്രതീക്ഷയെ പ്രതീക്ഷിച്ചിരിക്കുന്നവരുമായ ഞങ്ങളെല്ലാ മാതാപിതാക്കന്മാരും സഹോദരി സഹോദരങ്ങളും ഗുരുക്കന്മാരും വിശുദ്ധന്മാരോടുള്ള ആശ്വാസം അവർക്ക് നൽകണമേ. കർത്താവിനും കൂട്ടിയിട്ടുള്ള ആവശ്യരെയും ഇവിടെ അവശേഷിച്ചിരിക്കുന്നതായ ഞങ്ങളെയും ആദരവില്ലാത്തതിനായ തന്നെയും എന്റെ പരിശുദ്ധവുമായി സ്തുതിച്ചു പുകഴ്ത്തുവാൻ യോഗ്യരാക്കണമേ. ഓശോ വബുക്കുൽ ദൈവത്തിൽ നടന്നു പാപങ്ങളും രണ്ടിലും നാം പ്രാപിക്കുമാറാകട്ടെ. നാഥാവേഗം വന്നിടുക നിന്നോട് മുൻപാകെ ജീവൻ അന്ത്യമാടുക്കുമ്പോൾ എന്നാത്മാവിൻ ശരീരവും പുണ്യം നേടിയില്ലെങ്കിൽ ധനമുതകില്ല ധനവാന് ശുദ്ധതയില്ലെങ്കിൽ പാവപ്പെട്ടവനും തുണകേട്ടിടാ ഉത്തമനെ മനുജപ്രിയനെ അവിടന്മേൽ കൃപ ചെയ്യണമെന്നേവം ഞാൻ അർത്ഥിക്കും. മിശിഹാരാജാവേ മൃത്യു കഷ്ടത വേദ ഇല്ലാത്തോരാ ശാശ്വത ജീവ സ്ഥാനത്തിൽ സകല വിശുദ്ധന്മാരൊപ്പം ദാസിവ്രതനാത്മാവിൻ ആശ്വാസം ശാന്തിയോടെ പറയുമോ നാം ദൈവസുതന്മാരാവാൻ ശ്വാസം നൽക സഹജാദേ ഭൂവാസം നിരസിച്ചോടെ ആരാജകുമാരൻ പാർപ്പിക്കും മണിയറ തന്നിൽ നീ
കൃപയെ വാഴ്ത്തിടട്ടെ. എല്ലാവർക്കും അവിടെ ഇരിക്കാം. ഇപ്പോൾ ധന്യൻ ചൊൽകടേ ഇദേവം വേറൊരുവൻ വന്നറിയിച്ചാൽ വാനവനെങ്കിലും ആത്ഭുതൻ താനേൽക്കും സഭതൻ ശാപം പലതരം ഉപദേശങ്ങളവോ പാലിൽ മുളച്ചു പരക്കുന്നു ദൈവത്തിനുപദേശത്തിൽ സ്ഥിരമായി നിൽക്കുന്നോ ധന്യൻ. വിശുദ്ധ പൗലോസ്ലീഹ തെസ്സലോനിക്കയിൽ നിന്നും പാർക്കുമോ. സഹോദരരെ, പ്രത്യാശയില്ലാതെ നല്ലോ ചെയ്തതുപോലെ നിങ്ങൾ ദുഃഖിക്കാതിരിക്കും. നിജരാജുരപ്പിനെ നിങ്ങൾ കരുണ്ടായിരിക്കണമെന്ന് ഞങ്ങൾ ആഗ്രഹിക്കുന്നു. യേശു മരിക്കുകയും വീണ്ടും ഉയർക്കുകയും ചെയ്യുമെന്ന് നാം വിശ്വസിക്കുന്ന പോലെ യേശു നിജരാജുരെ നാം അവനോടുകൂടെ ഉയർപ്പിക്കും. കർത്താവിനെ ജീവനോടെ ഇരിക്കുന്നവർ നിജരാജർക്ക് മുന്നിലായിരിക്കുന്നു. കർത്താവിനെ ആധാരമാക്കി ഞങ്ങൾ പറയുന്നു. എന്നാൽ അധികാരപൂർണമായ ആജ്ഞാവിനെ കേൾക്കുകയും പ്രധാന ദൂരത്തെ ശബ്ദം ഉയരുകയും ദൈവത്തിന്റെ കാവലിനെ മുഴുകുകയും ചെയ്യുമ്പോൾ കർത്താവ് സ്വർഗ്ഗത്തിൽ നിന്ന് ഇറങ്ങി വരികയും ക്രിസ്തുവിൽ മരണമടഞ്ഞവർ ആദ്യം ഉയർത്തെഴുന്നേൽക്കുകയും ചെയ്യും. അപ്പോൾ ജീവിച്ചവനായ നമ്മിൽ അവശേഷിക്കുന്ന ആകാശ കർത്താവിനെ എതിർക്കുവാനായവരോടൊപ്പം മേഘങ്ങളിൽ സംഭവിക്കപ്പെടും. അങ്ങനെ നാം ഇപ്പോഴും കർത്താവിനോടെ ആയിരിക്കുകയും ചെയ്യും. അതിനാൽ ഈ വാക്കുകളാൽ നിങ്ങൾ പരസ്പരം ആശ്വസിക്കുവിൻ. ബാരക്കുമോ. എല്ലാവർക്കും സമാധാനം ഉണ്ടായിരിക്കട്ടെ. ജീവൻ നൽകുന്നതിനുമായ നമ്മുടെ കർത്താവ് യേശുമിശിഹായുടെ പരിശുദ്ധ എവങ്കേലിയ ലോകത്തിന് ജീവലക്ഷ്യം പ്രസംഗിച്ച വിശുദ്ധ മത്തായി ശ്ലീഹ അറിയിച്ച പരിശുദ്ധ സുവിശേഷത്തിൽ നിന്ന് പരിശുദ്ധ കന്യകമറിയാം ദൈവത്തിന്റെ ജീവലോചനവും നമ്മുടെ കർത്താവും ദൈവകൃഷ്ണനായ യേശുമിശിഹായുടെ ഇഹലോകവാസകാലത്ത് ഇവ ഇപ്രകാരം അരുൾ ചെയ്തു. സ്വർഗരാജ്യം വിളക്കുമെടുത്ത് മണവാളനെ എതിർക്കുവാൻ പുറപ്പെട്ട 10 കന്യകമാർക്ക് സദൃശ്യം. അവരിൽ 5 പേർ വിവേകശൂന്യരും 5 പേർ വിവേകവതികളുമായിരുന്നു. വിവേകശൂന്യങ്ങൾ വിളക്കെടുത്തപ്പോൾ എണ്ണ കരുതിയില്ല. വിവേകവതികളാകട്ടെ വിളക്കുകളോടൊപ്പം പാത്രങ്ങളിൽ എണ്ണയും എടുത്തിരുന്നു. മണവാളൻ വരാൻ വൈകി. ഉറക്കമരിക്കാൻ കന്യകമാർ കിടന്നുറങ്ങി. അർദ്ധരാത്രി ഇതാ മണവാളൻ വരുന്നു. പുറത്തു വന്ന് അവനെ എതിരേൽക്കുവിരുന്ന് ആത്മവിളിയുണ്ടായി. ആ കന്യകമാരെല്ലാം ഉണർന്ന് വിളക്കുകൾ തെളിയിച്ചു. വിവേകശൂന്യകൾ വിവേകവതികളോട് പറഞ്ഞു, ഞങ്ങളുടെ വിളക്കുകൾ അണഞ്ഞു പോകുന്നതിനാൽ നിങ്ങളുടെ എണ്ണയിൽ കുറെ ഞങ്ങൾക്ക് തരിക. വിവേകവതികൾ മറുപടി പറഞ്ഞു, ഞങ്ങൾക്ക് നിങ്ങൾക്ക് മതിയാകാതെ വരുമെന്നതിനാൽ നിങ്ങൾ വിൽപ്പനക്കാരെ അടുത്തുപോയി വാങ്ങിക്കൊള്ളുവിൻ. അവർ വാങ്ങുവാൻ പോയപ്പോൾ മണവാളൻ വന്നു. ഒരുങ്ങിയിരുന്നവർ അവരോടൊത്ത് വിവാഹവിരുന്നിനകത്ത് പ്രവേശിച്ചു. വാതിലടയ്ക്കപ്പെടുകയും ചെയ്തു. പിന്നീട് മറ്റ് കന്യകമാർ വന്ന് കർത്താവേ കർത്താവേ ഞങ്ങൾക്ക് തുറന്നു തരണമേ എന്ന് അപേക്ഷിച്ചു. അവൻ പ്രതിവച്ചു, സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു, ഞാൻ നിങ്ങളെ അറിയില്ല. അതുകൊണ്ട് ജാഗരൂകരായിരിക്കുവിൻ. ആ ദിവസമോ മണിക്കൂറോ നിങ്ങൾ അറിയുന്നില്ല. നിങ്ങൾക്കെല്ലാവർക്കും ശാന്തി ഭവിക്കട്ടെ. എല്ലാവരും പണിയിരിക്കാം. മരുതപ്പള്ളി സെന്റ് മേരീസ് നഗർ കത്തോലിക്ക ദേവാലയത്തിലെ മേക്കോണത്ത് ചെരുവിളപ്പത്തിന് വീട്ടിൽ
പ്രിയപ്പെട്ട സാറാമ്മ അമ്മച്ചി തൻ്റെ 85-ാമത്തെ വയസ്സിൽ ദൈവസന്നിധിയിലേക്ക് യാത്രയായിരിക്കുന്നു. ഈ പ്രിയപ്പെട്ട മാതാവിന് വേണ്ടി പ്രാർത്ഥിക്കുവാൻ ഏറ്റവും ശ്രേഷ്ഠമായ ഒരു യാത്രയയപ്പ് നൽകി ദൈവസന്നിധിയിലേക്ക് മടക്കി അയക്കുന്നതിനായിട്ടാണ് നാം ഏവരും ഇവിടെ ആയിരിക്കുന്നത്. ദൈവത്തിൽ നിന്ന് കടന്നു വന്ന ഏവരും ദൈവത്തിലാണ് വിലയം പ്രാപിക്കുന്നത്. ഈ ലോക ജീവിതം സ്വർഗരാജ്യത്തിൻ്റെ ഒരു മുന്നാസ്വാദനവും ഒരു ആമുഖവും മാത്രവുമാണല്ലോ. ദൈവമേ, എന്നെ അങ്ങേക്കായി സൃഷ്ടിച്ചിരിക്കുന്നു, അങ്ങയിലെത്തും വരെ എൻ്റെ ഹൃദയം അസ്വസ്ഥമാണ് എന്ന് വിശുദ്ധനായ അഗസ്തീനോസ് പുണ്യവാൻ പറഞ്ഞത് ദൈവസ്നേഹം അത്രത്തോളം ആഴത്തിൽ അനുഭവിച്ചറിഞ്ഞപ്പോൾ ഈ ലോകത്തുള്ളതായ ജീവിതം അല്പകാലത്തേക്ക് മാത്രമുള്ളത് ആണെന്നും അത് കുമിള പോലെ പെട്ടെന്ന് ഇല്ലാതാകുന്നതാണെന്നും ജീവിച്ചിരിക്കുന്ന കാലത്ത് സൃഷ്ടാവായ ദൈവത്തെ അറിഞ്ഞ് അവൻ്റെ കുരിശിൻ്റെ വഴിയിലൂടെ സുവിശേഷം ജീവിക്കുവാൻ, ദൈവ പൈതലായി ജീവിക്കാനുള്ളതായ ഒരു വിളിയാണ് നമുക്ക് ഏവർക്കും തന്നിരിക്കുന്നത്. ഗോതമ്പ് മണി നിലത്ത് വീണ് അഴിയണം, അല്ലെങ്കിൽ അത് അതേപടിയിരിക്കും. ഗോതമ്പ് മണി നിലത്ത് വീണ് അഴിയുന്നെങ്കിൽ അത് പുതിയ ചെടിയായി ഏറെ ഫലം പുറപ്പെടുവിക്കുന്നു. നമ്മളേവരും ഈ ലോക ജീവിതത്തിൽ കർത്താവിൽ നിന്ന് ഈ ലോകത്തിലേക്ക് കടന്നു വന്ന ഗോതമ്പ് മണികളാണ്, ഗോതമ്പ് ചെടികളാണ്. ഈ ലോക ജീവിതത്തിൽ നാം ഈ മണ്ണിൽ അഴിഞ്ഞ് ഇല്ലാതാകുമ്പോൾ നാം സ്വർഗത്തിലാണ് ജനിക്കുന്നത്. ഈ പ്രിയപ്പെട്ട സാറാമ്മ അമ്മച്ചിയെ സംബന്ധിച്ച് അനുഗ്രഹീതമായ കുടുംബജീവിതത്തിൽ ദൈവം അനുഗ്രഹീതമായ സന്താനങ്ങളെ നൽകി. 4 ആൺമക്കൾ, പരേതനായ കുഞ്ഞുമോൻ, ബാബു, ബിജു, രാജു. അതുപോലെ തന്നെ 2 പെൺമക്കൾ, ലീല, സുസമ്മ. ഈ മക്കൾ ഈ അമ്മയെ സ്നേഹിച്ചതിൻ്റെ, അതുപോലെ തന്നെ ഈ അമ്മ ഈ മക്കളെ സ്നേഹിച്ചതിൻ്റെയൊക്കെ അനുഗ്രഹീതമായ അടയാളമായി ദൈവം ആയുസ് നൽകുകയും മരുമക്കൾക്കും മക്കൾക്കും കൊച്ചുമക്കൾക്കുമൊപ്പം ജീവിക്കാനുള്ളതായ 85 വത്സരം ജീവിക്കാനുള്ളതായ ഭാഗ്യം ദൈവം കൊടുത്തു. ഞാൻ ഈ ദേവാലയത്തിൽ വരുന്ന അവസരത്തിൽ ഈ അമ്മ കിടപ്പ് ആയിരുന്നു. ഏറെ അവശ നിലയിൽ ആയതായ അവസരത്തിൽ ഇവിടെ മകൾ ലീലമാമ ഭവനത്തിലേക്ക് കൊണ്ടുപോവുകയും കൽവാതിക്കലുള്ളതായ ഭവനത്തിലായിരുന്നു ഈ അമ്മയുടെ അവസാനത്തെ ദിവസങ്ങളൊക്കെ. എങ്കിലും മക്കളെല്ലാവരും പോയി കാണുകയും അമ്മയ്ക്ക് വേണ്ടതായ ശുശ്രൂഷകളൊക്കെയും നൽകി അനുഗ്രഹിക്കപ്പെട്ടതായ ഒരു മരണമാണ് ഈ അമ്മയ്ക്ക് ലഭിച്ചിരിക്കുന്നത്. കർത്താവിൻ്റെ പുനരുത്ഥാന ജീവിതം നമ്മളേവരും സ്വപ്നം കാണുന്നു. കർത്താവിൻ്റെ മരണത്തിന് ശേഷമുള്ള പുനരുത്ഥാനത്തിൽ നാം ഏവരും പങ്കാളികൾ ആകേണ്ടവരാണ്. കാരണം അവനോടൊത്ത് മരിച്ചവരെല്ലാം അവനോടൊപ്പം ഉയർക്കും. ഈ അമ്മ കർത്താവിനൊപ്പമാണ് തൻ്റെ ജീവിതം സമർപ്പിച്ചിരിക്കുന്നത്, കർത്താവിനൊപ്പം ഉയർക്കുവാനായി. ഒരു നാൾ കാഹളധ്വനി മുഴങ്ങുമ്പോൾ, കർത്താവിന് 2ാം വരവ് ഉണ്ടാകുമ്പോൾ അവനെ എതിരേൽക്കുവാനുള്ളതായ ഒരു വിളിയാണ് ഏതൊരു ക്രൈസ്തവനും ലഭിച്ചിരിക്കുന്നത്. ഈ അമ്മയ്ക്ക് ഭാഗ്യപ്പെട്ടതായ ഒരു മരണം കർത്താവ് നൽകി. എങ്കിലും മക്കളെ സംബന്ധിച്ച് ഏതൊരു അമ്മയുടെയും വേർപാട് വേദന ഉണ്ടാക്കുന്നുണ്ട്. ആ മക്കളുടെയും മരുമക്കളുടെയും കൊച്ചുമക്കളുടെയും വേദനയ്ക്ക് ദൈവമായ കർത്താവ് ആശ്വാസം പ്രദാനം ചെയ്യുകയും പ്രത്യാശയോടെ ഈ അമ്മയെ ഓർത്ത് തുടർന്നും പ്രാർത്ഥിക്കണം. കാരണം നമ്മൾ ജീവിച്ചിരിക്കുന്നവർക്കും മരിച്ചവർക്കും വേണ്ടി പ്രാർത്ഥിക്കുന്നു. കാരണം കർത്താവിൽ നിന്ന് ജീവനെടുത്തവർക്കെല്ലാം കർത്താവെങ്കിൽ എല്ലാ കാലത്തും നിത്യമായ ജീവിതമാണുള്ളത്. കർത്താവിൻ്റെ സന്നിധിയിൽ ഈ അമ്മയെ ഒരു നാൾ സിയോൻ തീർത്ത് കാണുവാനുള്ളതായ ഭാഗ്യം എല്ലാവർക്കും ഉണ്ടാകട്ടെ. ഭവനത്തിന് വേണ്ടി, മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാനുള്ളതായ വിളി ഈ അമ്മയ്ക്ക് കർത്താവ് കൊടുത്തിരിക്കുന്നു. അമ്മയുടെ ഈ വേർപാട് ദുഃഖിച്ചിരിക്കുന്ന അവസരത്തിൽ പ്രിയ മക്കളോടും മരുമക്കളോടും കൊച്ചുമക്കളോടും ഇതിനുള്ള ഇടവകയുടെ അനുശോചനവും പ്രാർത്ഥനയും അറിയിക്കുന്നു. ഇടവകയുടെ അനുശോചന രേഖപ്പെടുത്തിക്കൊണ്ട് ഇപ്പോൾ ബൊക്കെ ഇപ്പോൾ
ഇവിടെ യുവജന പ്രസ്ഥാനം ഈ അമ്മയുടെ കൊച്ചുമകൻ യുവജന പ്രസ്ഥാനത്തിൽ സജീവമായ പങ്കാളികളായിരുന്നവനാണ് ആൽവിൻ. യുവജന പ്രസ്ഥാനം ഇപ്പോൾ ആദർശപൂർവമായി ബൊക്കെ സമർപ്പിക്കുന്നു. ഉത്തരവാദിത്തങ്ങളുടെ ഭാരവാഹികൾ ഇപ്പോൾ ബൊക്കെ സമർപ്പിക്കുന്നു. ഇടവകയുടെ ആദരസൂചകമായി ട്രസ്റ്റി സെക്രട്ടറി ചേർന്ന് ബൊക്കെ സമർപ്പിക്കുന്നു. ഇപ്പോൾ ലുത്തീന പ്രാർത്ഥനയ്ക്ക് മറുപടിയായി കർത്താവെ ഞങ്ങളോട് കാരണശീലമാകത്തുള്ള കുറിയിലായിസ്വരം നമുക്ക് പ്രത്യവാക്യമായി ചെല്ലാം. എല്ലാവർക്കും എഴുന്നേൽക്കാം. നാം എല്ലാവരും ഭംഗിയായും സങ്കടപൂർവ്വം ദൈവത്തിന് പ്രതീകമായ ശബ്ദത്തിൽ കർത്താവേ ഞങ്ങളോട് കരുണ വീടത്തുള്ള കുറിയലായി ചൊല്ലണം. മരണമുള്ള ഞങ്ങളുടെ സ്വർഗത്തിന്റെ യഥാർത്ഥ ജീവനായ വിശിക തമ്പുരാനെ ഞങ്ങൾ നിന്നോട് അപേക്ഷിക്കുന്നു. കല്ലാട് അവിടെ കൊണ്ടു അവർക്ക് മുമ്പോട് കഴിക്കുന്നു. ആ 3 പേര് 3 പേര് മാറി വിശുദ്ധന്മാരോടുള്ള സൗഭാഗ്യമായി നിത്യജീവനായി കൈലം ഒഴിക്കപ്പെടുന്നു. മനുഷ്യ നീ മണ്ണാകും, മണ്ണിലേക്ക് തന്നെ തിരികെ ചേരും, വീണ്ടും നവീകരിക്കപ്പെടുകയും ചെയ്യുമെന്ന് നീ അരക്ഷിത പ്രകാരം കർത്താവേ തിരികെ നിറവേറിയിരിക്കുന്നു. പറയുമോ ചിതറിയ
നാദാവിൻ വജസാൽ മാർത്താവേ ദിവസോ ധരനഴികേത സർക്കവേ ലുദ്ധിതനായി നിന്ന ഗമനേയായിരോ സുതജീവിച്ചു പ്രതനം ജത്തിൽ എഴുന്നേൽക്കും നിന്ന പാലത്താൽ ശോലാപോലോൽ ലോകാദീശോ നീ ദുഃഖിപ്പിച്ചവരെ പ്രകാശത്താൽ സന്തോഷിപ്പിക്കുന്ന വരുവാനിരിക്കുന്ന തമ്പുരാൻ വാഴ്ത്തപ്പെടുന്നു. ജീവനുള്ളതും ജീവിക്കുന്നതുമായ ദൈവകൊണ്ട് ഈ കൃപ ആശീർവദിക്കപ്പെടുന്നു. ഞങ്ങളുടെ രക്ഷയ്ക്കായി
കാരാഗ്രഹത്തിൽ നിന്ന് എന്നെ മോചിപ്പിക്കണമേ. ഞങ്ങളുടെ കർത്താവേ നിനക്ക് സ്തുതി, ഞങ്ങളുടെ കർത്താവേ നിനക്ക് സ്തുതി. ഞങ്ങളുടെ ക്ഷണമേ നിനക്ക് സ്തുതി പാലിക്കുമോ. അതിൽ സ്തുതിക്കുന്നതുപോലെ സ്തുതിക്കുന്നു. എല്ലാ കാലത്തും എല്ലാ സ്നേഹത്തിലും സ്തുതിയും. ഭൂമിയിൽ സമാധാനം ശാന്തി മനുഷ്യ മകൾക്ക് പ്രത്യാശയുണ്ടായിരിക്കട്ടെ. സർവശക്തനായ ദൈവവും സ്വർഗീയ രാജാവും സൃഷ്ടാവുമായ കർത്താവേ നിന്നെയും യേശുമായ കർത്താവേ നിന്നെയും പരിശുദ്ധ റൂഹായോടുകൂടെ നിന്റെ മുഖത്തിന്റെ ഉൽപ്പന്നങ്ങൾ ഞങ്ങൾ സ്തോത്രം ചെയ്യുന്നു. ലോകത്തിന്റെ ഭാവത്തെ വായിച്ചു നോക്കുന്നവേ എന്റെ ആയുധങ്ങളുടെ ക്ഷാപിക്കൊള്ളണമേ. എന്നാൽ നീ മാത്രം പരിശുദ്ധനാകുന്നു. പരിശുദ്ധ റൂഹായോടുകൂടെ യേശുശിഹായ നീ മാത്രം കർത്താവുന്നു. പിതാവായ ദൈവത്തിന്റെ മഹത്വം. ആമേൻ. ഞങ്ങളുടെ പിതാക്കന്മാരുടെ ദൈവമായ സർവശക്തിയുള്ള കർത്താവേ നീ വാഴ്ത്തപ്പെട്ടവനാകുന്നു. നിന്റെ നാമം സ്തുതിക്കപ്പെട്ടതും എന്നേക്കും സ്തുതികളാൽ പ്രബലപ്പെട്ടതുമാകുന്നു. ഞങ്ങളോട് തന്നെ ഉണ്ടാകണമേ. ഞങ്ങളോട് തന്നെ ചെയ്യണമേ. മക്കളിലപ്പൻ കൃപ ചെയ്വതുപോലെ ഭക്തന്മാരിൽ ദൈവം കൃപ ചെയ്യും. ജീവസ്വരമേ കബലിനും പരദേശായിക്കായി സമൻകാലസ്കുരിയേലായിസോ രാജാത്തിൽ നിന്നെഴുന്നള്ളി ജീവൻ വ്രതരാമേവർക്കും നൽകുന്നു. കടകളുള്ളിൽ നിന്നെ ഗൗരവരോടെ എഴുന്നേറ്റു ഉയരേകും നിന്നെ സ്തുതി ചെയ്തിടുന്നു. ഭാരിക്കുമോ ശരീരം ഭക്ഷിച്ചെന്റെ തമ്പാനം ചെയ്യുവാൻ പാതാളത്തിൽ പോകാനായി വിടാഞ്ഞ എന്നും അവൻ ജീവിപ്പാൻ ഞങ്ങൾക്കിട്ടു മരിച്ചതു ഞാൻ എന്നും കാത്ത തന്നരുളിന് മഹത്വം മൊഴിയോടാകെ കള്ളന് കിട്ടിയ നിന്റെ വരം തൃത്വത്തിൽ സ്തുതി ചെയ്തോരാ ഹൃദയം കൈക്കൊണ്ടേണം. വിശ്വാസത്തോടും ദൈവിക യോഗ്യതയോടും ക്രൈസ്തവരും ശരണപ്പെട്ടത് നിർമ്മലകരങ്ങൾ സ്വീകരിക്കുവാൻ തന്റെ കരുണയോട് നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവ് സന്തോഷപൂർവ്വമായുള്ള സ്ഥാനവും വിശ്രമവും സങ്കേതവും സ്വർഗീയ ജന്മങ്ങൾക്ക് നൽകട്ടെ. കണ്ണു കണ്ടില്ലാത്തതും കേൾവിപ്പെട്ടില്ലാത്തതും സങ്കല്പത്തിൽ എത്തിച്ചേർന്നില്ലാത്തതുമായി ദൈവം തന്നെ സ്നേഹിതന്മാർക്ക് ഒരുക്കിയിരിക്കുന്ന വാഗ്ദാനം കർത്താവുകൾക്ക് പ്രദാനം ചെയ്യട്ടെ. കർത്താവുകളുടെ പാപങ്ങൾ പരിഹരിക്കട്ടെ, കുറ്റങ്ങൾ ക്ഷമിക്കട്ടെ. അരിഷ്ടങ്ങൾ ഈ ലോകത്തിൽ വെച്ച് ഒഴിച്ചുപോയ പാപങ്ങൾ കഴിവുകളും ദൈവമായി ചുറയട്ടെ. സമൃദ്ധമായ ചതകരുടെ ഓർമ്മിക്കാതിരിക്കട്ടെ. നീതിമാന്മാരുടെ കർണ ചെയ്യുമ്പോൾ ഇവരുടെ മേൽ താൻ കർണ ചെയ്യട്ടെ. ഇവരുടെ വേർപാടിൽ ദുഃഖിച്ചുവരെ അവതരിപ്പിക്കുന്നവരെ വിശ്വാസം ആശ്വസിപ്പിച്ച് ധൈര്യപ്പെടുത്തട്ടെ. വത്സല സഹോദരരെ പരസ്പരം ആശ്വസിപ്പിക്കുകയും ധൈര്യപ്പെടുത്തുകയും മരിച്ചവനെ സംസാരിച്ച് നീതീകരണം പ്രാപിക്കുകയും മരിച്ചവരെ കാര്യം നിഷേധിക്കരുത്. ബിരുദഭവനത്തിൽ പോകുന്നതിനേക്കാൾ ലാഭഭവനത്തിൽ പോകുന്നത് നല്ലത് എന്നുള്ള വേദവാക്യം വിശുദ്ധ സഭയുടെ മക്കളായി നിങ്ങൾ വന്ന് നിർവൃത്തി ചെയ്യുന്നു. ദൈവം നിങ്ങളുടെ സഹായത്തിനായിരുന്നല്ലേ. നിങ്ങൾക്ക് സമാധാനം ശാന്തി നൽകട്ടെ. എന്റെ പിതാവാൽ അനുഗ്രഹിക്കപ്പെട്ടവരെ നിങ്ങൾ വന്ന് ലോക ആരംഭത്തിന് മുമ്പ് തന്നെ നിങ്ങൾക്കായി ഒരുക്കിയിരിക്കുന്ന സ്വർഗരാജ്യം അനുഭവിച്ചോളുവൻ എന്നല്ല ചെയ്യുന്ന സന്തോഷകരമായ ശബ്ദം കേൾക്കുവാൻ ദൈവം നിങ്ങൾക്ക് ഇടയാകട്ടെ. ദേവമാതാവായ മറിയാമിന്റെയും സകല വിശുദ്ധമായ പ്രാർത്ഥനകളാൽ ഈ അപേക്ഷകൾ സാധിക്കുമാറാകട്ടെ. അതിനുള്ള ആസനത്തോടുകൂടി
നിദ്രഭാവിച്ച് ഭക്തിയായി ദാസ്യം കൃപയോടെ അനുഷ്ഠിക്കട്ടെ. നമ്മുടെ സംഘത്തിൽ ദൈവത്തിന്റെ കൃപ രണ്ട് ലോകങ്ങളിലേക്കും ഉണ്ടായിരിക്കട്ടെ. ആകാശമോയിഷ്ടകർത്താനാകുന്നു. ആത്മീയമായ ഞങ്ങളെ സംബന്ധിച്ച് നിങ്ങളെല്ലാവരെയും ദൈവം അനുഗ്രഹിച്ചുകൊണ്ടിരിക്കട്ടെ. ദൈവമായ കാമങ്ങളെ വിശ്വാസമായ നടത്തട്ടെ. പിതാവുന്ന പരിശുദ്ധമായുള്ളവരെ ബലഹീനപ്പെട്ടുള്ളതായ ഞങ്ങളുടെ പ്രാർത്ഥനകൾ നിങ്ങളുടെ സിംഹാസനമുമ്പാകെ കേൾക്കപ്പെട്ടവയെ അംഗീകരിക്കണമേ തീർക്കണമേ. ആഭോഷോ ഞങ്ങളോട് കരുണ ചെയ്യണമേ. ദേഹോപയോഗത്തിൽ ഭവനത്തിൽ കടന്നുവരികയും ദേവാലയത്തിൽ കടന്നുവരികയും സംബന്ധിച്ച എല്ലാവരോടും ഭവനത്തിനുള്ളതായ നന്ദി അറിയിക്കുന്നു. കടന്നുവരിക്കുന്ന എല്ലാവർക്കും തുല്യ ഭക്ഷണം ഈ ദേവാലയത്തിന് സമീപം ക്രമീകരിച്ചിട്ടുണ്ട്. അതുപോലെ സ്വീകരിച്ച പോകണം മനസ്സിലാക്കി അറിയിക്കുന്നു. മക്കളും കൊച്ചുമക്കളും ഇപ്പോൾ കൊച്ചുകിട്ടാനായിട്ട് വേണ്ടിയിരുന്നു. ഈ കാര്യങ്ങൾക്ക് ക്രമീകരണം നിർവഹിച്ച ട്രസ്റ്റി സെക്രട്ടറി കമ്മിറ്റി ജനങ്ങളുടെ പേരും ശുശ്രൂഷൻ സാറിന് പ്രിയപ്പെട്ട സാറ് പ്രിയപ്പെട്ട എല്ലാവരോടുള്ള നന്ദി അറിയിക്കുകയും ചെയ്യുന്നു.